കർണാടകയിലെ കാര്യങ്ങളാണ്. കർണാടക കോൺഗ്രസിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. നിയമസഭാ കക്ഷി നേതാവായി DK ശിവകുമാറിനെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ മന്ത്രിമാരെ ചൊല്ലിയുള്ള ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. ഇരുപക്ഷങ്ങൾക്കും തുല്യമായ രീതിയിൽ മന്ത്രിമാരെ നൽകാനാണ് നീക്കം. മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞതിനാൽ കൂടുതൽ മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിലാണ് സിദ്ധരാമയ്യ പക്ഷം. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം 8 മന്ത്രിമാർ വരെയാകും സത്യപ്രതിജ്ഞ ചെയ്യുക. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനി സത്യപ്രതിജ്ഞ, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചകൾ ഈ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഇപ്പോൾ കർണാടകയിലെ നീക്കങ്ങൾ പുരോഗമിക്കുന്നത്? പൂജ, ഗുഡ് മോർണിംഗ്. ഏതായാലും ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തു, ഇനി ടീമിനെ തെരഞ്ഞെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ടാണ് DK ശിവകുമാർ ഇപ്പോൾ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഗവർണറെ കണ്ട് ജൂൺ 3-ാം തീയതി വൈകിട്ട് 4 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സമയവും വാങ്ങിയിട്ടുണ്ട്. ചർച്ചകൾ തിരക്കിട്ട് ബംഗളൂരുവിലും ഡൽഹിയിലുമൊക്കെയായിട്ട് നടക്കുന്നുണ്ട്. ടീം DKSൽ ആരൊക്കെ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പരിചയസമ്പന്നരുടെയും പുതുമുഖങ്ങളുടെയും ഒരു മിക്സ് ആയിരിക്കും മന്ത്രിസഭ എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ മന്ത്രിസഭാ ചർച്ചയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ ഭിന്നതയുണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. അതായത് സിദ്ധരാമയ്യ പക്ഷത്തെ പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ DK ശിവകുമാറിന് ആവില്ല എന്ന് ചുരുക്കം. ഏതായാലും ഇരുപക്ഷവും കൂടുതൽ മന്ത്രിസ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തനിക്ക് കൂടുതൽ സ്വാധീനമുള്ള ആളുകൾ മന്ത്രിസഭയിൽ ഉണ്ടായാൽ ഭരണം സുഗമമാകും എന്നുള്ള ഒരു കാര്യമാണ് DK ശിവകുമാർ പക്ഷം പറയുന്നത്. എന്നാൽ ഈ മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞതിനാൽ തന്നെ കൂടുതൽ അവിടെ ഒരു ത്യാഗം ചെയ്തത് സിദ്ധരാമയ്യയാണ്. അതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ വിശ്വസ്തർക്ക് കൂടുതൽ ബെർത്ത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഡോക്ടർ യതീന്ദ്ര സിദ്ധരാമയ്യ മന്ത്രിസഭയിലേക്ക് എത്തും. അദ്ദേഹത്തിന് വ്യവസായ വകുപ്പ് ഉൾപ്പെടെ നൽകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സിദ്ധരാമയ്യയുടെ മകനാണ്. സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളിലൊന്ന് അതായിരുന്നു. അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി പദം, എത്ര ഉപമുഖ്യമന്ത്രിമാർ വേണം എന്നുള്ള ഒരു തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ സാമുദായിക സമവാക്യങ്ങൾ നിർണായകമാകും. MB പാട്ടീൽ നിലവിൽ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. ദളിത് മുഖമായി G പരമേശ്വര വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അതായത് 2-ൽ കൂടുതൽ ഉപമുഖ്യമന്ത്രി ഉണ്ടാവുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ മന്ത്രിസഭയിൽ ഇടം ഉറപ്പിച്ചിരിക്കുന്നവരിൽ പ്രിയങ്ക് ഖാർഗെയുണ്ട്. മല്ലികാർജുൻ ഖാർഗെയുടെ മകനാണ്. ഈശ്വർ ഖാന്ദ്രെ നിലവിലെ വനം വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ സബീർ അഹമ്മദ് ഖാൻ മന്ത്രിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. DK ശിവകുമാറിന്റെ ഏറ്റവും അടുത്ത അനുയായി എന്ന നിലയിൽ മലയാളി കൂടിയായിട്ടുള്ള NA ഹാരിസ് മന്ത്രിസഭയിലേക്ക് എത്തും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. വനിതാ പ്രമുഖമായി ലക്ഷ്മി ഹെബ്ബാൾക്കർ, അവരും DK ശിവകുമാറിന്റെ അടുത്ത അനുയായിയാണ്. അവർ നിലവിലെ സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അവരും മന്ത്രിസഭയിൽ തുടരും എന്ന് ഉറപ്പാണ്. UT ഖാദർ ആയിരിക്കും മന്ത്രിസഭയിലേക്ക് വരുന്ന പ്രധാന പുതുമുഖം. നിലവിലെ സഭയിൽ സ്പീക്കർ സ്ഥാനം അദ്ദേഹമാണ് വഹിക്കുന്നത്. UT ഖാദർ സഭയിലേക്ക് വന്നാൽ സ്പീക്കറായി നിലവിലെ നിയമമന്ത്രി HK പാട്ടീലിന്റെ പേരാണ് പ്രഥമ പരിഗണനയിലുള്ളത്. അതോടൊപ്പം തന്നെ PCC അധ്യക്ഷ സ്ഥാനത്തേക്കും വലിയ തരത്തിലുള്ള സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട്. അതായത് DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താലുടൻ PCC അധ്യക്ഷ സ്ഥാനം ഉയരും. പാർട്ടിയെ നിലവിൽ നയിക്കാനുള്ള കൂടുതൽ സാധ്യത സതീഷ് ജാർഗോളിക്കാണ്. അദ്ദേഹം PWD മന്ത്രിയാണ്. പക്ഷെ മന്ത്രിസ്ഥാനവും PCC അധ്യക്ഷ സ്ഥാനവും ഒന്നിച്ചു വേണം എന്നുള്ളൊരാവശ്യമാണ് സതീഷ് ജാർഗോളി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഒരാൾക്കൊരു പദവി എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത്രയും കാലം, അതായത് കഴിഞ്ഞ 3 വർഷവും DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി പദവും അതുപോലെ തന്നെ PCC അധ്യക്ഷ സ്ഥാനവും ഒന്നിച്ച് കയ്യിൽ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ തനിക്കും കൂടി അവസരം വേണം എന്ന് സതീഷ് ജാർഗോളി വാദിക്കുന്നുണ്ട്. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. മന്ത്രിസഭാ വികസനം സ്വാഭാവികമായിട്ടും ജൂൺ 18-ന് ശേഷം മാത്രമേ ഉണ്ടാകൂ. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ അസംതൃപ്തി ഉണ്ടായി വോട്ട് കൂറുമാറി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല.
തക്കം പാർത്തിരിക്കുന്ന BJPക്കും JDSനും ഏതെങ്കിലും അനുകൂല തീരുമാനം ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു നിഷ്കർഷ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ വികസനം രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ രാജ്യസഭാ സീറ്റുകളിലേക്കും ഒഴിവ് വരുന്ന MLC സീറ്റുകളിലേക്കും തന്റെ അനുയായികൾക്ക് സീറ്റ് നൽകണം എന്നുള്ള ഒരു ആവശ്യം സിദ്ധരാമയ്യ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. ഏതായാലും അടുത്ത 2 ദിവസങ്ങളിൽ കാര്യമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ. അതിനു മുൻപ് എന്തായാലും ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ. കാര്യമായ ചർച്ചകൾ തന്നെ കർണാടക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.